വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. പക്ഷേ കുറച്ച് തിരക്ക് കാരണം എനിക്കിന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. സ്കൂളിലും അമ്പലത്തിലും ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബർത്ത്ഡേ കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ചടങ്ങ് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് അങ്ങ് മാറ്റി വെച്ചു. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇപ്രാവശ്യം ഞങ്ങൾ വെറൈറ്റി ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങൾ ബീച്ചിൽ പോയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് ഗൈസ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കടലിലും കായലിലും ഇറങ്ങി നീന്തി കളിച്ച് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേക്കായിരുന്നു. നമ്മൾ ഓയൊരു മണ്ണപ്പത്തിൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചത്. കേക്ക് വാനില ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നിരുന്ന. എൻ്റെ കുഞ്ഞയുടെ മക്കളാണ്. പിന്നെ എൻ്റെ ചേട്ടനാണ് വീഡിയോ എടുത്തത്. കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ബീച്ചിലേക്ക് നടന്ന് അപ്പോൾ പകുതി എത്തിയപ്പോഴത്തെ ഒരു കടയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കോളിഫ്ലവർ ഫ്രൈ, പൊട്ടറ്റോ സ്പ്രിങ്, പാനിപ്പൂരി ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാനിപ്പൂരിക്കാണെങ്കിൽ ഒടുക്കത്തെ എരിയായിരുന്നു. അവർ പറഞ്ഞിട്ടായിരുന്നു തന്നത്. അവർ പറയുന്ന കേട്ടപ്പോൾ തന്നെ അനിയന്മാരും അനിയത്തിയും ഒന്ന് തൊട്ട് വായിൽ വെച്ചതുള്ളൂ. എന്നിട്ട് പിന്നെ അവർ കഴിച്ചില്ല. പാനിപ്പൂരി കഴിച്ച് പിന്നെ നമ്മൾ നേരെ കടലിലോട്ടാണ് പോയത്. ആദ്യമോൻ അവിടെ അവൻ്റെ പേര് എഴുതുവാണ്. എന്നിട്ട് നമ്മൾ കുറേ നേരം കടലിലൊക്കെ നിന്ന് കളിച്ച് തിരമാല വരുമ്പോൾ ഞാനങ്ങ് ഓടും. എന്നിട്ട് പിന്നെ അങ്ങ് ഫ്രണ്ടിൽ പോകും. സ്നോ സ്പ്രേ കേക്ക് കട്ട് ചെയ്യുമ്പം സ്പ്രേ ചെയ്യാനായിരുന്നു വെച്ചിരുന്നത്. എൻ്റെ അനിയൻ്റെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നത്. അവൻ അപ്പം സ്പ്രേ ചെയ്യാൻ മറന്നു. ഈ കടലിൽ ചെന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ദേഹത്ത് സ്പ്രേ ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങിച്ച എല്ലാവരുടെയും ദേഹത്ത് സ്പ്രേ ചെയ്ത് അങ്ങ് ഉഷാറായി. സ്നോ സ്പ്രേ ഒക്കെ തീർന്നു. പിന്നെ നമ്മൾ കുറേ നേരം കൊട്ടാരം ഉണ്ടാക്കി കളിച്ചു. പിന്നെ ആ കടലിലൊക്കെ ഇഷ്ടം പോലെ നേരം കളിച്ച് ഞാനങ്ങ് തിരയുടെ ദൂരെ പോയിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കായലിൽ വെച്ച് നീന്തി ഗൈസ്. എനിക്ക് ആദ്യമൊന്നും നീന്താനൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ പഠിപ്പിച്ച് തന്ന് ഞാൻ അടിപൊളിയായിട്ട് നീന്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഗൈസ് നമ്മൾ പിന്നെ കടലിനും കായലിനും ടാറ്റ ബൈ ബൈ പറഞ്ഞ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.